ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാവോ? ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ ആണ് കേട്ടോ. ഈ ബൊഫെ കഴിക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ കൂടെ. നമ്മളെല്ലാരും കൂടെ ഇന്നത്തെ ദിവസം കുറേ പ്ലാനുകളുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് ഈ ഒരു റെസ്റ്റോറന്റിലെ ഈ ഒരു ബൊഫേന്നാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവര് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇരിക്കാൻ പാകത്തിന്. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുന്നെ ബൊഫയ്ക്കുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നിരന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. നോക്കിക്കേ മീനുണ്ട്, ഇറച്ചിയുണ്ട്, ബട്ടറുണ്ട്, പിന്നെ അതിന്റെ മേളില് വെജിറ്റബിൾസ് വെച്ച് അറേഞ്ച് ചെയ്തേക്കുന്നു, ചീസ് കാര്യങ്ങള് അങ്ങനെ എന്നാ പറയുന്നെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോ ഈ ആഹ് എല്ലാ തരത്തിലുള്ള ഇറച്ചികളും ഉണ്ടായിരുന്നു. അത് മെയിനായിട്ട് പറയണമല്ലോ. ചില ആൾക്കാര് കൂട്ടില്ല, ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം അവര് നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിക്കേ ആ മൊസറെല്ലാം ചീസും ടൊമാറ്റോയും ഒക്കെ ഇരിക്കുന്നത് കണ്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തേക്ക് നോക്കിക്കേ യോഗേർട്ട്, ഫ്രൂട്ട്സും അതും അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാല് നല്ലൊരു ആനച്ചന്ത ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടേബിള് കാണാനായിട്ട്. ആ മൂടി വെച്ചിരിക്കുന്ന സംഭവം മുട്ടയാണ് കേട്ടോ. അത് ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് മൂടി വെച്ചിരിക്കുന്നെ. എന്ത് തന്നെയായാലും നമ്മുടെ ആ ഒരു വലിയ ടേബിളിലുണ്ടായിരുന്ന ജ്യൂസും ചായയും കാപ്പിയും ഒക്കെ ആയിട്ട് ആൾക്കാര് പതിയെ തുടങ്ങി കേട്ടോ. പിന്നെ ഒരു മൂലയിന്ന് ആൾക്കാരിങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് വിചാരിച്ചു ആദ്യം കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച് എന്നാ പറയുന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാം. ആൾക്കാരൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് പതിയെ പോയിട്ട് നമുക്ക് എടുക്കാം. ബൊഫെ ആണല്ലോ തീർന്നൊന്നും പോകത്തില്ലല്ലോ. സംഭവം അവര് പിന്നെയും ഇങ്ങനെ റീഫിൽ ചെയ്തോണ്ടിരിക്കുവല്ലോ. അപ്പൊ അങ്ങനെ നല്ല അടിപൊളി ഒരു ചായയല്ല കാപ്പി. രാവിലെ ഒരു കാപ്പിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പത്തേക്കും നമ്മള് നമ്മുടെ എന്താ പാത്രമായിട്ട് പോയിട്ട് അവിടെ കണ്ടതില് നമുക്കിഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ എടുത്തോണ്ട് വന്നു കേട്ടോ. ഇനിയിപ്പോ ഇത് നല്ല അടിപൊളിയായിട്ട് അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് അത് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ദൗത്യം എന്ന് പറയുന്നത്. ഇത് പല ആൾക്കാരും പല രീതിയിലാണ് കേട്ടോ കഴിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പലർക്കും പല രീതിയിൽ കഴിക്കാനാണല്ലോ ഇഷ്ടം. എന്തായാലും നമ്മൾ നമ്മുടെ ബ്രോഷൻ അതായത് ഈ ഒരു സംഭവത്തിന് അങ്ങനെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ബട്ടറൊക്കെ തേച്ച് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാനവിടെ നിന്ന് എടുത്തത്. എല്ലാം ഒന്നും എടുത്തില്ല. കുറച്ചൊക്കെ എടുത്തു നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ രാവിലെ. വല്ല ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ചും കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. എന്തായാലും നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ എന്ന് പറയുന്നത്. കാരണം അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ എന്നാ പറയുന്നെ നന്നായിട്ട് കഴിക്കാനുണ്ട് താനും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ രാവിലെ എഴുന്നേറ്റപടി ഇത്രയൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം മാത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അടിപൊളി സംഭവമായിരുന്നു. എന്ത് തന്നെയായാലും ഒരു മണിക്കൂർ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ ഒക്കെ ആയിട്ട് അവിടെ അങ്ങോട്ട് കൂടി കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വേണ്ടി തന്നെയായിരുന്നു ആ ഒരു ഹോളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ആ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെയുടെ ആ ഒരു വീഡിയോ. അപ്പോൾ ബൈ.